ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ആംപ്ലിഫയർ അസംബ്ലിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആംപ്ലിഫയറിൻ്റെ ബോർഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ഇതിൻ്റെ പവർ സപ്ലൈ എങ്ങനെ ഉണ്ടാക്കാം, പവർ സപ്ലൈ ചെക്കിങ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, കപ്പാസിറ്റർ, ഡയോഡ്, അത് എങ്ങനെ കണക്ട് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി നമ്മൾ ഇന്ന് ഈ പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ പാർട്ട് 2 കൊണ്ട് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വീഡിയോ തീരുന്നില്ല, നെക്സ്റ്റ് പാർട്ടോടെ ഉണ്ടെങ്കിലേ തീരത്തുള്ളൂ. So friends, without wasting any more time, let's begin. സോ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ മണി നൈസ് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മുടെ ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു ക്യാബിനകത്ത് എവിടെയൊക്കെ ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് സെറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം എന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കണം. കാര്യം എവിടെയൊക്കെ നമുക്ക് ഈ ബോർഡ് അറേഞ്ച് ചെയ്യണം, അതനുസരിച്ച് നമുക്ക് വയർ ചെയ്യാൻ പറ്റും എന്നെല്ലാം നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് അതിനകത്ത് ഹോൾ അടിച്ചിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം, അതായത് എങ്ങനെയൊക്കെ കണക്ഷൻ ചെയ്യണം, ആദ്യം ആരുടെയൊക്കെ കണക്ഷൻ ചെയ്യണം, പിന്നെ ആ ഒരു ലെവൽ, ആ ഒരു ചെയിൻ എങ്ങനെയാണെന്ന് കൂടെ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ പവർ സപ്ലൈ 230 വോൾട്ടാണ്. ഓക്കെ, ഈ 230 വോൾട്ടിൽ നിന്ന് നേരെ വരുന്നത് എവിടോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോക്കറ്റ്, അതായത് നമ്മുടെ AC സോക്കറ്റിലോട്ടാണ് വരുന്നത്. AC സോക്കറ്റിൽ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ഫ്യൂസിലേക്കാണ്. ഒന്നുകിൽ സ്വിച്ച് അല്ലെങ്കിൽ ഫ്യൂസിൽ നിന്ന് സ്വിച്ചിലോട്ട് പോകും, സ്വിച്ചിൽ നിന്ന് ഫ്യൂസിലോട്ട് പോകും, അത് പ്രശ്നമല്ല. അപ്പം നമ്മളിവിടെ ആദ്യമേ ഫ്യൂസിലോട്ട് പോവുകയാണ്. ഫ്യൂസ് ചെയ്ത് നേരെ ഇത് പോകുന്നത് സ്വിച്ചിലോട്ടാണ്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോമറുണ്ട്. സ്വിച്ചിൽ നിന്നാണ് നമ്മളിതിനെ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്നത്. സ്വിച്ചിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ട്രാൻസ്ഫോമറിലോട്ടാണ്. ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് നേരെ പിന്നെ ഇത് പോകുന്നത് പവർ സപ്ലൈയിലോട്ടാണ്. പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കപ്പാസിറ്റർ ഡയോഡ് വെച്ച് നമുക്ക് ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ ആപ്റ്റായിട്ടുള്ള പവർ സപ്ലൈ നമ്മൾ ചെയ്തെടുക്കണം. അത് നമ്മൾ ആംപ്ലിഫയർ ഉണ്ടാക്കുമ്പോൾ ഏതൊക്കെ ബോർഡ് യൂസ് ചെയ്യുന്നു, അതിന് എന്തൊക്കെ പവർ സപ്ലൈ വേണോ, അല്ലെങ്കിൽ ആംപ്ലിഫയർ ബോർഡ്, റിമോട്ട് കിറ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ലൈറ്റ്, ഫാന്, സ്പീക്കർ പ്രൊട്ടക്ഷൻ, ഇതിനെല്ലാത്തിനും വേണ്ടുന്ന എല്ലാ സെറ്റപ്പിനുള്ള പവർ സപ്ലൈ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അപ്പം അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. അതിനാണ് നമ്മൾ ഈ ഫുള്ള് പവർ സപ്ലൈ എന്ന് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഈ ഡയോഡ്, കപ്പാസിറ്റർ എല്ലാം വരും. ഇതിൽ നിന്ന് പിന്നെ പോകുന്നത് ആവശ്യമുള്ള എല്ലായിടത്തോട്ടും പോകും. അതായത് മെയിൻ ആംപ് ബോർഡ്, പിന്നെ റിമോട്ട് കിറ്റ്, ഫാന്, ലൈറ്റ്, അങ്ങനെ ആർക്കുലത്ത് വേണ്ടുന്ന എല്ലാ സാധനത്തിലോട്ടും ഈ സാധനങ്ങളെല്ലാം പോകും, ഈ പവർ സപ്ലൈ പോകും. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ബേസിക് കണക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ആംപ്ലിഫയർ ബോർഡിൽ നിന്ന്, റിമോട്ട് കിറ്റിൽ നിന്നാണ് ആംപ്ലിഫയർ ബോർഡിലേക്കുള്ള കണക്ഷൻ പോകുന്നത്. ഈ ആംപ്ലിഫയർ ബോർഡിലോട്ടുള്ള കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡയറക്റ്റ് റിമോട്ട് കിറ്റിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഗെയിൻ കുറവാണെങ്കിൽ പ്രീ ആമ്പോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം സബ്വൂഫറിൻ്റെ ആമ്പിലേക്ക് പോകുന്നത് നമുക്ക് ഗെയിൻ കുറവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു എക്സ്ട്രാ ഒരു ഫിൽറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷനിലായിട്ടാണ് പോകുന്നത്. സ്പീക്കർ പ്രോ, അവിടെ നിന്നാണ് പിന്നെ ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ഔട്ട്പുട്ട് സോക്കറ്റ്സിലേക്ക് പോകുന്നത്. ഇവിടെ നമുക്ക് ആംപ്ലിഫയറിന്റെ സ്പീക്കറിലോട്ടുള്ള കണക്ഷൻസ് എല്ലാം എടുക്കാം. ഇതിപ്പോൾ സബ് ആമ്പ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ കഴിഞ്ഞ് സോക്കറ്റിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് ഔട്ടിലേക്ക് പോകുന്നത്. സോ അപ്പം ഇതിന്റെ ഒരു ബേസിക് ഒരു ചെയിൻ ഇങ്ങനെയാണ് പോകുന്നത്. 230 വോൾട്ട് AC സോക്കറ്റ്, ഫ്യൂസ്, സ്വിച്ച്, ട്രാൻസ്ഫോമർ, പവർ സപ്ലൈ, ലൈറ്റ്, ഫാന്, മറ്റു കാര്യങ്ങളെല്ലാം വന്ന് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആംപ്ലിഫയർ ഉണ്ടാക്കാൻ വേണ്ടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്റെ കാര്യങ്ങളെല്ലാം പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിൻ. നമ്മളന്ന് ആ ഒരു പാർട്സിൻ്റെ വീഡിയോ ആയിട്ട് പറഞ്ഞിരുന്നു ഇത് സെപ്പറേറ്റ് പെയിൻറ്റ് ചെയ്താലേ കൊള്ളാവുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത് പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. പെയിൻറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, കപ്പാസിറ്ററും അതുപോലെ തന്നെ ഡയോഡ് ഇതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഞാൻ സാറിന് ആംപ്ലിഫയർ ചെയ്യുമ്പോൾ ഇങ്ങനെ പേസ്റ്റ് ചെയ്യാറാണ് പതിവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ബോർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാം. ഇതിപ്പം അടിയിൽ നിന്നൊരു ഡൗൺ ഫയറിംഗ് ഫാൻ നമ്മൾ വെക്കുന്നത്, അതിൻ്റെ റൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നേരത്തെ നമ്മൾ ബാക്ക് ഡയൽ ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ 10 കപ്പാസിറ്ററും പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്ത് ഹെവി ബോണ്ടാണ്. ഹെവി ബോണ്ട് യൂസ് ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഇത് ഇളക്കിയെടുക്കുകയും ചെയ്യാം, എന്നാൽ സ്റ്റിഫായിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ പെട്ടെന്നുള്ള ഒരു ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് ക്വിക്കാണ്. പെട്ടെന്ന് ഫിക്സ് ആയിക്കോളും. വുഡ് ഫില്ലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഫ്ലെക്സ് ക്വിക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ ടൈം എടുത്ത് സെറ്റാവും. വുഡ് ഫിൽ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് സെറ്റായി പോകും. സോ ഫ്രണ്ട്സ്, അപ്പം ഇത്രയാണ് നമ്മൾ ഈ രണ്ട് പശയാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അടുത്തായി നമ്മളിതിൻ്റെ അടിയിലുള്ള ബുഷെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ കളറുടെ ബുഷാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. സോ അടിയിൽ നമ്മൾ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്തതിൽ റസ്റ്റ് വരും. ഇത് നമ്മുടെ പവർ സപ്ലൈയുടെ കപ്പാസിറ്റേഴ്സ് ആണ്, 10 കപ്പാസിറ്റേഴ്സ്. ഇതെല്ലാം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ജോയിനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. പോസിറ്റീവും നെഗറ്റീവും നടുക്ക് വരുന്ന ആ ഒരു 2 ലെഗ് കൂടെ ചേർത്ത് നമ്മൾ സോൾഡർ ചെയ്തിട്ട് അതിനെ എല്ലാം കൂടെ ഷോർട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. സോ ഇപ്പുറത്തെ സൈഡിൽ നെഗറ്റീവ് സപ്ലൈയും വരും, അപ്പുറത്തെ സൈഡിൽ പോസിറ്റീവ് സപ്ലൈയും വരും, നടുക്ക് എർത്തും വരും. അപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. ഇതെല്ലാം ഇത് കണക്ക് തന്നെ എല്ലാ ലെഗും നല്ല കട്ടിയുള്ള ഗേജുള്ള അല്ലെങ്കിൽ 1 സ്ക്വയർ വയറിൻ്റെ അകത്തുള്ള ചെമ്പമ്പി തന്നെ യൂസ് ചെയ്ത് സോൾഡർ ചെയ്തെടുക്കുക. അടുത്തത് നമ്മുടെ ഡയോഡിലിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയറാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ കറക്റ്റ് കണക്ഷൻ അത് എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ടച്ച് ചെയ്തേക്കുന്ന എ സിയിലാണ്. അതും അതിൻ്റെ നേരെ കോണോട് കോൺ നിൽക്കുന്നത് രണ്ടും AC ഇൻപുട്ട്സ് ആണ്. അടുത്തായി ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന 0 സപ്ലൈ നമ്മൾ രണ്ട് കപ്പാസിറ്ററിനെയും കൂടെ യോജിപ്പിച്ച് നടുക്ക് തന്നെ കൊടുക്കണം. അതാണ് 0 വരുന്നത്. പിന്നീട് നമ്മളതിൻ്റെ പോസിറ്റീവ്, അതായത് ഡയോഡിൻ്റെ പോസിറ്റീവ് എന്നുള്ള സപ്ലൈ എടുത്ത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലോട്ടും ആ പോസിറ്റീവിൻ്റെ അതേ കോണോട് കൊണ്ട് കിടക്കുന്നതാണ് അതിൻ്റെ നെഗറ്റീവ് സപ്ലൈ, അതായത് നമ്മൾ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലോട്ടും കൊടുക്കണം. സോ ഇപ്പം സംഗതിയെല്ലാം സെറ്റായി. പോസിറ്റീവും നെഗറ്റീവും എർത്തും സപ്ലൈ ഇപ്പോൾ കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി കണക്ഷൻ കൊടുത്താൽ മാത്രം മതി. അടുത്തത് നമുക്കിതിൻ്റെ ബാക്ക് പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് പാനൽ സെറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചിട്ടുണ്ട്, ആവശ്യമില്ല, നിങ്ങൾക്ക് ആർക്കും സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ എല്ലാ സോക്കറ്റ്സും പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല നട്ടും ബോൾട്ടും ഇട്ട് നല്ല ഫിക്സ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യണം. പവർ സോക്കറ്റും സ്പീക്കർ സോക്കറ്റും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഈ ഒരു അക്രിലിക് ഷീറ്റ് ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ ഉപയോഗിച്ച പശയെന്ന് പറയുന്നത് നമ്മുടെ ഫ്ലെക്സ് ക്യൂക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇച്ചിരി ടൈം എടുത്തിട്ടും, അതുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ കാണിച്ച ആ ഒരു മറ്റേ പശ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും, ഫെവി ബോണ്ട്. എങ്ങനെ സെറ്റ് ചെയ്താലും കുഴപ്പമില്ല, സംഗതി ക്ലിയർ ആയാൽ മാത്രം മതി. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു നമ്മൾ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ബോർഡ്സ് അറേഞ്ച് ചെയ്യേണ്ടത്, അതനുസരിച്ച് വേണം നമ്മൾ ഇത് സെറ്റ് ചെയ്യണമെന്ന്. സോ ഇതാണ് എൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെ ഈ ഒരു രീതി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ഫാനിൻ്റെ അടുത്ത്, അതായത് ഫാനിനോട് ചേർന്ന് തന്നെ ഹീറ്റ് സിങ്ക് പ്ലേസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഡയറക്റ്റ് കൂളിംഗ് കിട്ടും. പിന്നെ കഴിവതും ഒരു സൈഡിലേക്ക് ട്രാൻസ്ഫോമർ വെക്കാൻ നോക്കുക. ഒരു സൈഡിലേക്ക് പവർ സപ്ലൈ ഇരിക്കുകയാണെങ്കിൽ നോയ്സ് കുറച്ച് കുറയും. മധ്യത്തിലേക്ക് വരികയാണെങ്കിൽ AC നമ്മുടെ ഈ ഒരു ഇൻപുട്ട് സെക്ഷൻ അടുത്ത് ഞാൻ നോയ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കവിടെ റിമോട്ട് കിറ്റിൻ്റെ പോർഷൻ സെറ്റ് ചെയ്യണം. അങ്ങനെ ഓൾറെഡി ഒരു അത്യാവശ്യം സ്പേസൊക്കെ ഇട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ആമ്പ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നമ്മുടെ റിമോട്ട് കിറ്റ് എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഒരു ബോർഡ് 1-2 ബോർഡ് ആഡ് ചെയ്യണമെങ്കിൽ അതിനകത്ത് സ്പേസ് കിടപ്പുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് എടുത്ത് ഹോൾ അടിച്ചിരിക്കണം. അപ്പോൾ എന്താ പറയുക, മെറ്റലിൻ്റെ പൊടിയൊന്നും കിടക്കത്തില്ല, അതെല്ലാം പെയിൻറ്റിനകത്ത് മുങ്ങി അങ്ങ് പൊക്കോളും, കുഴപ്പമില്ല. ഫ്രണ്ട്സ്, ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് റിമോട്ട് കിറ്റ് അതുപോലെ തന്നെ ബാക്കിയുള്ള കൊച്ചു കൊച്ചു പവർ സപ്ലൈക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം എടുക്കാം. 4007 ഡയോഡാണ് എടുത്തിരിക്കുന്നത്. 4007 ഡയോഡ് നമ്മൾ 4 ഡയോഡും ഒരു കപ്പാസിറ്ററും ചേർത്താണ് നമ്മൾ പവർ സപ്ലൈ നിർമ്മിക്കുന്നത്. ഈസി ടു ബിൽഡാണ്, നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ ആനോട് കാതോടെന്നൊക്കെ പറഞ്ഞ് ഞാൻ വെറുതെ കൺഫ്യൂഷൻ ആക്കുന്നില്ല, അങ്ങനെ പറഞ്ഞാലും എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും നമുക്കിത് ജസ്റ്റ് ഇതൊരു ബ്രിഡ്ജ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ്. സർക്യൂട്ട് നോക്കി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ കൂടുതൽ ടെൻഷനൊന്നും കൊടുക്കൊന്നും വേണ്ട, ഡയറക്റ്റ് തന്നെ നമ്മൾ കൈവച്ച് തന്നെ പിരിച്ചു കൊടുത്തിട്ട് സോൾഡർ ചെയ്തിങ്ങ് എടുത്താൽ മാത്രം മതി. അതിൻ്റെ സോൾഡർ ചെയ്യുന്ന രീതി നിങ്ങൾ നോക്കിക്കോണം, അതിൻ്റെ ആ ഒരു ആനോട് കാതോട് എങ്ങനെ നോക്കിക്കോണം, അത് മാത്രം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി, ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതിനകത്ത് സംഗതികൾ മാറിപ്പോയാൽ പണി കിട്ടും. കാര്യം കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ചാലൊരു സുഖവും കാണില്ല. ഇതിനകത്ത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതിങ്ങനെ 4 ഡയോഡ് വെച്ചൊരു ബ്രിഡ്ജാക്കി എടുക്കാം. ഈ ഒരു സർക്യൂട്ട് നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ എന്നാണ് പറയുന്നത്. റെക്ടിഫിക്കേഷൻ്റെ ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആയിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് സോൾഡർ ചെയ്തെടുക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ആ ഒരു ഇത് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇപ്പം ഒരു കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിലൊരു റെക്ടിഫയർ ആയിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് കപ്പാസിറ്ററോടെ കണക്ട് ചെയ്യണം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിനകത്തെ ആ ഒരു ആനോടും കാതോടും ഡയോഡിനകത്തൊരു വരയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോഴത് നിങ്ങൾക്ക് ഇത് കണക്കിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എളുപ്പം ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതിന് 4 സൈഡും സോൾഡർ ചെയ്ത് കഴിഞ്ഞു. സോൾഡർ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് കപ്പാസിറ്റർ പിടിപ്പിക്കാം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആ ഒരു 2 ലൈൻ, അതായത് ഡയോഡിൻ്റെ 2 ലൈൻ വരുന്ന പോർഷനുണ്ട്, അത് ശ്രദ്ധിച്ചോണം. ഞാൻ ലൈൻ ഇല്ലാത്ത പോർഷനും ഉണ്ട്. ഒരു ലൈനും ഒരു ലൈൻ ഇല്ലാത്ത പോർഷനും അതുപോലെ തന്നെ അതിനോട് കാതോട് ചേർന്ന് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ AC ഇൻപുട്ട് കൊടുക്കുന്നത്.
സോ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്. കപ്പാസിറ്ററിനകത്ത് വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ഏതാണെന്ന്. അല്ലെങ്കിൽ നീളം കൂടിയ ലെഗ് പോസിറ്റീവാണ്. ആ പോസിറ്റീവ് വരുന്ന ലെഗിനെ നമ്മൾ രണ്ട് ലൈൻ, അതായത് ഈ ഒരു ഡയോഡിന് ലൈൻ വരുന്ന പോർഷനിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ലൈൻ വരാത്ത പോർഷൻ നമ്മൾ നെഗറ്റീവ് സപ്ലൈ കണക്ട് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനോട് കാരണമൊന്നും പറയാത്തത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സംഗതി സെറ്റാണ്. ഇതിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചാൽ മാത്രം മതി. സോൾഡർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ ലെഗ് കൊടുക്കാത്ത അപ്പുറത്തെ ഇപ്പുറത്തെ വശമുണ്ടല്ലോ, അത് രണ്ടുമാണ് നമ്മൾ AC കൊടുക്കേണ്ടത്. ഇപ്പോൾ 12 വോൾട്ടിനുള്ള സപ്ലൈ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 12 വോൾട്ട് സപ്ലൈ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും 25 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. 16 വോൾട്ട് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മളിപ്പം സെറ്റ് ചെയ്തു, എല്ലാം കട്ട് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം 27 വോൾട്ട് സപ്ലൈ ആണെങ്കിൽ 50 വോൾട്ട് കപ്പാസിറ്റർ യൂസ് ചെയ്യുക. ഇരട്ടി വോൾട്ടേജ് കപ്പാസിറ്റർസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ ഫെയിലിയർ ആയാൽ കപ്പാസിറ്റർ ബ്ലാസ്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മറ്റ് പവർ സപ്ലൈകൾ ഉണ്ടാക്കിയെടുക്കുക. അതിനകത്ത് നമുക്ക് വേണ്ടുന്നത് റിമോട്ട് കിറ്റിന് പവർ സപ്ലൈ വേണം. പിന്നെ ഫാനിനും നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷന് ഒരു പവർ സപ്ലൈ വേണം. സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1025 വോൾട്ട് കപ്പാസിറ്റർ ഒരു പവർ സപ്ലൈ ആണ്. അത് തന്നെ നമ്മൾ ഫാനിനും കൊടുക്കും. അത് ഇനഫായിട്ട് മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ലൈറ്റിന് വേണ്ടി ഒരു സപ്ലൈ വേണം. ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 220 UF 25 വോൾട്ട്. എല്ലാം 12 വോൾട്ട് സപ്ലൈ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ 25 വോൾട്ട് ക്യാപ്സ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് എൻ്റെ AC സപ്ലൈ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. AC സപ്ലൈ 20 വോൾട്ട് AC ഡയറക്റ്റ് ചെല്ലും. അവിടുന്ന് ഫ്യൂസിൽ ചെല്ലും, പിന്നെ സ്വിച്ചിൽ ചെല്ലും. സ്വിച്ചിൽ നിന്നാണ് നമ്മളിത് ഡയറക്റ്റ് പിന്നെ നമ്മുടെ ട്രാൻസ്ഫോമറിലേക്ക് പോകുന്നത്. നമ്മൾ ആദ്യം ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. സോ നമുക്കിൻ്റെ ബാക്കിൽ നോക്കി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. സ്വിച്ച് എപ്പോഴും കൊടുക്കേണ്ടത് ഫേസിലായിരിക്കണം. നമ്മളിപ്പോൾ 3 പിൻ AC കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഫേസിൽ തന്നെ സ്വിച്ച് മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ വന്നിരിക്കുന്ന വയറെന്ന് പറയുന്നത് 1 സ്ക്വയർ വയറാണ് വന്നിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ല ഗേജുള്ള വയറാണ് അവർ കൊടുത്തേക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ന്യൂട്രൽ, മറ്റേതാണ് ഫേസ്, താഴത്തെ എർത്താണ്. അപ്പോൾ ഫേസിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ഫ്യൂസിലേക്ക് പോവുക. ഫ്യൂസ് ചെയ്ത് നേരെ സ്വിച്ചിലേക്ക് പോവുക. സ്വിച്ചിൽ നിന്ന് ട്രാൻസ്ഫോമറിലേക്ക് പോവുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിനകത്ത് നിന്ന് 2 ലൈനാണ് വന്നേക്കുന്നത്. ഒരെണ്ണം നമ്മൾ ഡയറക്റ്റ് ന്യൂട്രലിൽ കൊടുക്കുക. ഡയറക്റ്റ് ന്യൂട്രൽ. മറ്റേത് ഫേസ് ആയതുകൊണ്ട് തന്നെ സ്വിച്ച് വഴി ഫ്യൂസ് വഴി കയറി വരണം. അപ്പോൾ ആദ്യത്തെ കണക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ഇതുപോലുള്ള വയേഴ്സ് സോൾഡർ ചെയ്യുമ്പോഴത്തേക്ക് ഷ്രിങ്ക് ചെയ്യുന്ന ട്യൂബ് യൂസ് ചെയ്ത് അതിനെ ഇൻസുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നമ്മളെല്ലാം ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം 220 വോൾട്ട് AC വരുന്ന ഡയറക്റ്റ് വരുന്ന വയറാണ്. ഇൻസുലേഷൻ മസ്റ്റാണ്. അടുത്തായിട്ട് നമ്മളിതിൻ്റെ ഫ്യൂസല്ല ഫേസിൽ നമ്മൾ ഫ്യൂസിലോട്ടും സ്വിച്ചിലോട്ടും കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. സോ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്വിച്ച് ഇട്ട് ഫ്യൂസും കൊടുക്കാം, ഫ്യൂസ് ഇട്ട് സ്വിച്ചും കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടം. എങ്ങനെയാണോ നമുക്ക് കൺവീനിയൻറ്റ് അത് നമുക്ക് ചെയ്യാം. സോ ഈ ഒരു ലൈനാണ് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്. ഇത് നമുക്കിത് കണക്ട് ചെയ്ത് ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഫ്രണ്ട്സ്, നമ്മളൊരു കണക്ഷൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന മറ്റേ ലൈൻ നമ്മൾ ഫ്യൂസിൽ കൊടുത്തു കഴിഞ്ഞു. സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ ഫ്യൂസ് വഴി നമ്മൾ ട്രാൻസ്ഫോമറിലോട്ട് കൊടുത്തു. ഇനി നമുക്ക് ആ AC സോക്കറ്റിൻ്റെ ഫേസ് സെക്ഷനിൽ നിന്ന് നമുക്ക് സ്വിച്ചിലോട്ടും കൊടുക്കണം. ആ ഒരു കണക്ഷൻ കൊടുത്തതിന് ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. നമ്മുടെ ട്രാൻസ്ഫോമറിന് നമുക്ക് പവർ സപ്ലൈ കിട്ടും, ശരിക്കും ഓൺ ആക്കാൻ പറ്റും. സോ ഇപ്പോൾ നമ്മളതിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അതായത് ഫേസിൽ നിന്ന് നേരെ സ്വിച്ചിൽ പോയി, സ്വിച്ചിൽ നിന്ന് ഫ്യൂസ് വഴി കണക്ഷൻ ഡയറക്റ്റ് വന്ന് നമ്മുടെ ട്രാൻസ്ഫോമറിലോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ മറ്റേ ലൈൻ ഡയറക്റ്റ് ന്യൂട്രലിലോട്ടും പോകുന്നുണ്ട്. സോ നമ്മുടെ കണക്ഷൻസ് കംപ്ലീറ്റ് ആയി. ട്രാൻസ്ഫോമർ ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വോൾട്ടേജ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓൺ ആക്കിയിട്ട് മൾട്ടിമീറ്റർ AC-ലോട്ട് ഇടുക, ടെസ്റ്റ് ചെയ്യുക. സോ നമ്മൾ 24 വോൾട്ട് ട്രാൻസ്ഫോമറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 23.2 കാണിച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ട് സൈഡിൽ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ടോട്ടൽ വോൾട്ട് 46 അല്ലെങ്കിൽ 47 കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്യൂട്ട് സക്സസ് ആണ്. നമുക്ക് DC അല്ല, കറക്റ്റായിട്ട് നമുക്ക് AC കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ DC ആക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ AC സെക്ഷൻ ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ DC ആക്കി മാറ്റണം. ഇതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. കപ്പാസിറ്ററൊക്കെ ഉണ്ട്, സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ 24/24ൻ്റെ 0 വോൾട്ടിനെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കപ്പാസിറ്ററിൻ്റെ 0 പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് വേണ്ടുന്ന 12 സപ്ലൈ എല്ലാം നമ്മൾ കറക്റ്റ് ആപ്റ്റായിട്ട് ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എടുക്കുക. എല്ലാ വയേഴ്സും ഈ ടൈ ചെയ്യുക അല്ലെങ്കിൽ ടാഗ് ചെയ്യാൻ നോക്കുക. അടുക്കി വെക്കുക, ഇല്ലെങ്കിൽ നോയ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് പലയിടങ്ങളിലും. ഇനി നമുക്ക് ഇതിൻ്റെ 24/0 നോക്കാം. ഇത് AC-ലോട്ട് പോകുക. ഞാൻ നേരത്തെ പറഞ്ഞു
കോണോട് കോൺ വരുന്നതാണ് എ സി എന്ന് പറയുന്നത്. ഒരു എ സി എവിടെയാണെങ്കിൽ ഒരു എ സിൻ്റെ ഡയഗണൽ ഷേപ്പിൽ കോണോട് കോൺ കിടക്കുന്നതാണ് എ സി. അവിടെ രണ്ടിടത്തും ഇത് രണ്ട് സോൾഡർ ചെയ്ത് വെക്കുക. എന്നിട്ട് ആ പോസിറ്റീവ് എന്നത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവും അതിൻ്റെ കോണോട് കോൺ കിടക്കുന്നതാണ് നെഗറ്റീവ് സപ്ലൈ എന്ന് പറഞ്ഞേക്കുന്നത്. അതെടുത്ത് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് സപ്ലൈയിൽ കൊടുക്കുക. അപ്പോഴത്തേക്ക് സർക്യൂട്ട് കംപ്ലീറ്റ് ആകും. അപ്പോൾ നമുക്ക് ഈ ഒരു എ സി ഡി സി ആയിട്ട് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിത് സോൾഡർ ചെയ്ത് കഴിഞ്ഞ് എ സി നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. കോണോട് കോണാണ് എ സി, ഒരിക്കലും തിരിഞ്ഞു പോകരുത്. എ സി എഴുതിയിരിക്കുന്നതിൻ്റെ ഡയഗണൽ ഷേപ്പിൽ വരുന്നത് തന്നെയാണ് എ സി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോസിറ്റീവ് ടു പോസിറ്റീവും നെഗറ്റീവ് ടു നെഗറ്റീവും കൊടുത്ത് സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ പോസിറ്റീവ് ടു കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ് ടു കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് കൊടുത്ത് ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ചെറിയ സപ്ലൈകളുടെ എല്ലാത്തിനും എ സി ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. 0 സപ്ലൈ ആണ് നമുക്ക് എല്ലാത്തിനും വേണ്ടുന്നത്. സോ നമ്മുടെ സർക്യൂട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ മൾട്ടിമീറ്റർ എടുക്കുക, ഡി സിയിൽ ഇടുക, എന്നിട്ട് നേരെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. സോ ഇവിടെ നമുക്ക് 28 വോൾട്ട് കാണിച്ചിരിക്കുകയാണ്. 28 വോൾട്ടല്ല, 34 വോൾട്ടാണ് കാണിക്കേണ്ടത്. 34 35 കാണിക്കും. പക്ഷേ ഇവിടെ എ സി സപ്ലൈ വോൾട്ട് ഇപ്പം കറണ്ടിൽ കുറവായതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. 12 വോൾട്ടിൻ്റെ അകത്ത് നമുക്ക് 14 കാണിക്കുന്നുള്ളൂ. സാധാരണ 18 കാണിക്കുന്നതാണ്. അപ്പോൾ ആ സപ്ലൈകളും എല്ലാം കറക്റ്റായിരിക്കുകയാണ്. എല്ലാ സപ്ലൈയിലും കറക്റ്റായിട്ട് കറണ്ട് വരുന്നുണ്ട്. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് സപ്ലൈ ആയാലും. ഈ പോസിറ്റീവ് സപ്ലൈ നെഗറ്റീവ് സപ്ലൈ തമ്മിൽ കറണ്ട്, അതായത് വോൾട്ടേജ് അധികം ഡിഫറൻസ് വരാൻ പാടില്ല. സോ അപ്പം അത് സംഗതികളെല്ലാം സക്സസ് ആണ്. നമുക്ക് എല്ലാം ഓക്കെ ആണ് എന്തായാലും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സപ്ലൈ വോൾട്ട് 204 205 വോൾട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് കുറച്ച് ഡൗൺ ആണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ 28 വോൾട്ട് കാണിച്ചത് ഡി സി, അല്ലെങ്കിൽ 34 വോൾട്ട് തന്നെ കാണിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി അടുത്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ബോർഡും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ നമ്മുടെ ആംപ്ലിഫയറിനകത്ത് ഫിക്സ് ചെയ്യാവൂ. ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു പവർ സപ്ലൈ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 27 5 ആംപിയർ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഒരു പവർ സപ്ലൈ ഉണ്ടാക്കി വെച്ച് അതിനകത്ത് ഞാൻ എല്ലാ ബോർഡും ആദ്യം ടെസ്റ്റ് ചെയ്യും. നമ്മുടെ 5 ചാനൽ ബോർഡായാലും നമ്മുടെ മോസൽ ബോർഡായാലും എല്ലാം നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമറിൽ കൊടുത്ത് ടെസ്റ്റ് അടിച്ച് നോക്കി ഒരു 10 മിനിറ്റ് എങ്ങനെ വർക്ക് ചെയ്ത് നോക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ ക്യാബിനിലോട്ട് കയറ്റി വെക്കാറുള്ളൂ. ഇല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്ന് പിന്നീട് ഇതെല്ലാം ഇളക്കി മാറ്റി പിന്നെ അത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ശരിയാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ എല്ലാ ബോർഡ്സും ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കുക. എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ആംപ്ലിഫയറിൻ്റെ മെയിൻ ക്യാബിനിലേക്ക് ഇത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പാർട്ട് 2 ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് ഇനി അടുത്ത പാർട്ടിൽ ആംപ്ലിഫയർ ബോർഡ്സ് എല്ലാം ഫിക്സ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.